എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ഒരു വിധിയുണ്ട്. ആ വിധിപ്രകാരം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഓരോ മനുഷ്യർക്കും ഓരോ സമയത്ത് ഓരോ ഭാഗ്യനിർഭാഗ്യങ്ങൾ വന്നു ചേരും. അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺ വന്നു ചേരും. ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ വിഷമതകൾ വന്നു ചേരും. എന്നാൽ മറ്റു ചിലർ ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ തലയിലെഴുത്തെന്ന പോലെ നമ്മൾ പലപ്പോഴും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട്. ആഗ്രഹങ്ങൾ ചില സമയത്ത് നടക്കാതെ വരിക, ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിപ്പോവുക, ആ സമയത്ത് പലരുടെയും കാല് പിടിക്കേണ്ട ഗതികേട് തന്നെ നമുക്ക് വന്നു ചേരും. അവരുടെ കാലിൽ വീണ് കേണപേക്ഷിച്ചിട്ടുണ്ടാകാം. നല്ലതുകൾ ചെയ്താൽ നല്ലതുകൾ നമുക്ക് തിരികെ കിട്ടും. ജൂലൈ മാസത്തിൽ 12 രാശിക്കാർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക. ചില നക്ഷത്ര ജാതകർക്ക് മനോവിഷമം അനുഭവിക്കേണ്ടി വരും. മറ്റു ചിലർക്കാണെങ്കിൽ ഒരുപാട് ഉന്നതിയിൽ എത്തുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കില്ല കാര്യങ്ങളൊന്നും നടന്നു കിട്ടുക. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല രീതിയിൽ പലതാകാം. പക്ഷേ അതൊന്നും ചിലപ്പോഴൊക്കെ നടന്നു കിട്ടാതെ വരാം. ഇന്നിവിടെ പറയുന്നത് മിഥുനൻ രാശിക്കാരുടെ ജൂലൈ മാസം മുതലുള്ള ഫലത്തെക്കുറിച്ചാണ്. മിഥുനൻ രാശിക്കാർക്ക് ജൂലൈ മുതൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കും, അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ വരുന്ന സമയത്ത് ഇവർ എന്ത് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം, അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ജൂലൈ മാസം എന്തൊക്കെ സംഭവിക്കുമെന്നും അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയുമാണെന്നും നമുക്ക് കൃത്യമായി ഇന്ന് മനസ്സിലാക്കാം. മിഥുനൻ രാശി എന്ന് പറയുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൻ്റെ മുക്കാലുമാണ്. ഇതാണ് മിഥുനക്കൂറുകാർ. ഈ മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്ര ജാതകർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജൂലൈ മാസം മുതൽ. ഇവരെപ്പറ്റി പറയുകയാണ് എങ്കിൽ ഇവർക്കൊരു വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ചില സമയത്ത് വളരെയേറെ ധൈര്യമായിരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ച് മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതായി കാണുവാൻ സാധിക്കും. ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടോ ഇനി തൻ്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് കഷ്ടകാലമാണോ എന്ന ഒരു ആശങ്ക ഇവരിലുണ്ട്. അത്തരം അനുഭവങ്ങളാണ് ഇവരെ സംബന്ധിച്ച് വന്നുപെടുക. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു. ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ മിഥുനൻ രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്ര ജാതകരുടെ സ്ത്രീകളുടെ കണ്ണീര് വീണാൽ ആ കുലം ഗതി പിടിക്കില്ല. പിന്നെ അതിനൊരു പോംവഴി കണ്ടെത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിഥുനൻ രാശിക്കാരെ ഒരു രീതിയിലും കണ്ണീര് കുടിപ്പിക്കരുത്. അവർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ്, സമൃദ്ധിയായിരിക്കും. ആദ്യമൊക്കെ അല്പസ്വല്പ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആ വീട്ടിൽ ഉണ്ടാകുമെങ്കിലും വലിയൊരു ഉയർച്ചയിലേക്ക് ഇവർ എത്തും. അതുകൊണ്ട് മിഥുനൻ രാശിയിൽപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് ഒരു വീട്ടിലും വീഴാൻ പാടില്ല. അങ്ങനെ വീണാൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കുടുംബത്തെ നന്നായി നോക്കുന്നവരായിരിക്കും മിഥുനൻ രാശിക്കാർ. മകയിരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്ര ജാതകർ. ബുധനാഴ്ച ദിവസം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വേണ്ടുവോളം ഉണ്ടാകും. അതിനായി അവർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു തവണ 1-ാം തീയതി തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും. ജൂലൈ മാസം മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. വഴിപാടുകൾ ചെയ്യുക. നല്ല രീതിയിൽ ജീവിതം വിജയിച്ച് മുന്നോട്ട് പോകും. ജൂലൈ മാസത്തിൽ മകയിരം, തിരുവാതിര, പുണർതം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക.
നിങ്ങളെ കാക്കുവാൻ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. അത് മറ്റാരുമല്ല, തിരുപ്പതി വെങ്കടാചലപതിയുടെ കരങ്ങൾ തന്നെ ഉണ്ടാകും. എത്ര പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിങ്ങൾക്ക് എതിരെ തിരിഞ്ഞാലും നിങ്ങൾക്കൊന്നും വരില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെയുള്ളവർ പോലും നിങ്ങൾ താഴോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരരുത്, നിങ്ങൾ രക്ഷപ്പെടരുത്, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകരുത്, അതാഗ്രഹിക്കുന്നവരാണ് ഏറെയും. അതങ്ങനെ തന്നെയാണ് എവിടെ നോക്കിയാലും. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എങ്ങനെ തിരിഞ്ഞാലും നിങ്ങൾക്കൊന്നും വരില്ല. എല്ലാവരും താഴോട്ട് പോകണമെന്ന ആ ആഗ്രഹം അവർ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ പോകട്ടെ. പലരും കാലുവാരിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഓം ശ്രീം വെങ്കിടാചലപതിയെ നമഃ ഇവരുടെ നാമം ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. ധനവാനാണ് ഭഗവാൻ. ഒരു വിഷമതകളുമില്ല, ഒരു പ്രതിസന്ധികളുമില്ല. ഭഗവാൻ എപ്പോഴും നല്ല ദൃഢഗാത്രനായി ഇങ്ങനെ നിലകൊള്ളുകയാണ്. ആ ഭഗവാനെ തന്നെ മുന്നിൽ നിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലതുകൾ സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വെക്കുക. വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേരും, നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ, വിവാഹമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ധനപരമായിട്ടോ അല്ലെങ്കിൽ വസ്തു വിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക. മിഥുന രാശിക്കാർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ ഉയർച്ചയുടെ സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി ഭഗവാൻ വക്രഗതിയിലും തൊഴിൽ സ്ഥാനത്ത് രാഹു ഭഗവാനും നിലനിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതും സ്വന്തമാക്കാൻ കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ലഗ്നത്തിൽ ആദിത്യൻ, ശുക്രൻ, 2-ൽ ബുധൻ, 4-ൽ കേതു, 9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ കുജൻ, 12-ൽ വ്യാഴം. ഈ ഗ്രഹനില പ്രകാരം മിഥുന രാശിക്കാർക്ക് ഇനി സംഭവിക്കുന്നത് വൻ നേട്ടങ്ങളാണ്. രാജയോഗത്താൽ ജീവിതം അതീവ സമ്പന്നതയിലെത്തും ഈ നക്ഷത്രജാതകർക്ക്. ജൂലൈ മാസം മുതൽ ഇവർക്കിനി തുടക്കമാണ്. വലിയ വലിയ നേട്ടത്തിൻ്റെ, വലിയ വലിയ ഗുണാനുഭവങ്ങളുടെ സമയം. മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര പുണർത്തം 1-2-3 പാദങ്ങൾ. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. വീട്ടിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭ്യമാകും, ധനലാഭമുണ്ടാകും. നിങ്ങളുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കും നിങ്ങൾക്കിനി ഉയർച്ചയാണ്. സത്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ജൂലൈ മാസം മുതൽ രാജയോഗമാണ്. അത് മറ്റൊന്നുമല്ല, ഇരട്ട രാജയോഗം തന്നെയാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദേവി, ചാമുണ്ഡി, സുബ്രഹ്മണ്യൻ ഇവരെ പൂജിക്കുക. ക്ഷേത്രദർശനം നടത്തുക. ഈ ക്ഷേത്രങ്ങളിലൊക്കെ രക്തപുഷ്പാഞ്ജലി നടത്തുക. തീർച്ചയായും നിങ്ങൾക്കിനി ഭാഗ്യമാണ്. നിങ്ങൾക്കിനി ഒരുപാട് സമൃദ്ധിയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വലിയ രീതിയിൽ, വലിയ ഉയർച്ചയിൽ, വലിയ ഭാഗ്യത്തിൽ നിങ്ങളെത്തട്ടെ. ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരട്ടെ. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകട്ടെ. സഫലമാകും. മിഥുനൻ രാശിക്കാരുടെ നല്ല സമയമാണ്. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓം ശ്രീം വെങ്കിടാചലപതിയെ നമഃ എന്ന് ദിവസവും ചൊല്ലുക. വെങ്കിടാചലപതിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കുബേരനായ വെങ്കിടാചലപതിയെപ്പോലെ നിങ്ങൾക്കും വലിയ നിലയിലെത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ സ്വപ്നങ്ങൾ പൂവണിയും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ജൂലൈ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങളുടെ ആ ധൈര്യം ചോർന്നു പോകരുത്. മറ്റു ചിലപ്പോൾ നിങ്ങൾക്ക് ആ ധൈര്യമൊക്കെ നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇനി വരുന്നത് നിങ്ങളുടെ നല്ല ഉയർച്ചയുടെ സമയമാണ്. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും ധൈര്യമായി മുന്നോട്ട് പോകാം.
നിങ്ങളെ കാക്കുവാൻ തിരുപ്പതി വെങ്കിടാചലപതിയുടെ കരങ്ങളുണ്ട്. എത്ര പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, എത്ര പേർ നിങ്ങളെ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ സമയമാണ്. മിഥുനക്കൂറുകാരുടെ സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്.